സംഗീത സംവിധായകനും വയലിനിസ്റ്റുമായ ബാലഭാസ്കർ വിടവാങ്ങിയിട്ട് 6 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴും തന്റെ മകന്റെയും പേരക്കുട്ടിയുടെയും മരണത്തിനു പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്താനുള്ള പോരാട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ബന്ധുവായ പ്രിയ വേണുഗോപാലുമെല്ലാം. ഇപ്പോഴിതാ മണിക്കൂറുകൾക്ക് മുമ്പ് പ്രിയ പങ്കുവച്ച ഒരു ചിത്രമാണ് ബാലഭാസ്കറിനെ സ്നേഹിച്ചിരുന്ന എല്ലാവരുടെയും ഹൃദയം നീറ്റുന്ന നിമിഷമായി മാറിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ചിത്രം പ്രേക്ഷകരും കാണുന്നത്. ബാലഭാസ്കറിനെയും അദ്ദേഹത്തിന്റെ സഹോദരിയുടെയും മനോഹരമായ ചിത്രം പങ്കുവച്ചുകൊണ്ട് പ്രിയ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ചേർത്തൊന്നണച്ചുകൊണ്ട് അവൻ എൻ്റെ കുഞ്ഞെന്ന് ചൊല്ലിക്കരഞ്ഞവൾ കുഞ്ഞേച്ചിയായി. ചേച്ചിയെ തിരികെ ഇനി ജീവിതം കാണിച്ചിരട്ടെ ഞാനെന്നവൻ കുഞ്ഞനിയനായി. ഏറെ കൊതിച്ചൊരാ കാലം തിരിച്ചിങ്ങ് വന്നെന്നു ചൊല്ലിച്ചിരിച്ചിടവേ ഏശിയോ കണ്ണേറതെന്ന പോൽ പോയിക്കളഞ്ഞവർ രണ്ടാളും അങ്ങു ദൂരെ. എന്നാലും ഉണ്ടാകുമൊരുമിച്ച് കുഞ്ഞൊരു താരകത്തിൻ ചാരയിരുവരും. എന്നാളും അവ്വിധം ചിന്തിച്ചു ശാന്തമായിടട്ടെ ഈ രണ്ടു ഹൃദയങ്ങളും എന്നുള്ളൊരു കവിതയാണ് പ്രിയ കുറിച്ചത്. മകന്റെയും മകളുടെയും ചിത്രത്തിനരികെ തളർന്നിരിക്കുന്ന ബാലുവിന്റെ മാതാപിതാക്കളുടെ ചിത്രം പ്രിയ പങ്കുവച്ചപ്പോൾ വാർദ്ധക്യത്തിൽ തണലാകേണ്ട 2 മക്കളും മരണത്തിനു കീഴടങ്ങിയപ്പോൾ ഒരായുസ്സിൽ ഇനി ഇവർ അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ലല്ലോ എന്ന ചിന്തയാണ് പ്രേക്ഷകരെ ഏറ്റവുമധികം വേദനിപ്പിക്കുന്നത്. ആദ്യമായാണ് ബാലുവിന്റെ സഹോദരിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. മീരച്ചേച്ചിയും ബാലുചേട്ടനും എന്നെഴുതി ചുവന്ന ഹൃദയത്തിന്റെ ഇമോജിയും കവിതയ്ക്കൊപ്പം പ്രിയ കുറിച്ചു. ബാലുവിന്റെയും മീരയുടെയും പഴയ ചിത്രങ്ങൾ ഉപയോഗിച്ച് വരച്ച ഡിജിറ്റൽ പെയിന്റിംഗ് ആണ് പ്രിയ പങ്കിട്ടത്. ഇതെപ്പോഴുള്ള ചിത്രമാണെന്ന് ഒരാൾ കമന്റിലൂടെ ചോദിച്ചപ്പോൾ സാങ്കല്പിക ചിത്രമെന്നാണ് പ്രിയ മറുപടിയായി കുറിച്ചത്. മക്കളുടെ ചിത്രങ്ങൾക്കരികിൽ നിസ്സഹായരായിരിക്കുന്ന മാതാപിതാക്കളെ കാണുമ്പോൾ ഹൃദയം നീറുന്നുവെന്നാണ് മറ്റൊരാൾ കുറിച്ചത്. വിവാഹശേഷം കുടുംബവുമായി ഏറെക്കാലം അകൽച്ചയിലായിരുന്നു ബാലഭാസ്കർ. അപകടത്തിൽപ്പെടുന്നതിന് കുറച്ചു കാലം മുമ്പാണ് കുടുംബവുമായും ചേച്ചിയുമായുമെല്ലാം പഴയ ബന്ധം വീണ്ടെടുത്തത്. സഹോദരിയെ ഇടയ്ക്കിടെ വന്ന് കാണുകയും ഫോൺ വാങ്ങിക്കൊടുക്കുകയും ചികിത്സാ ചെലവുകളെല്ലാം വഹിക്കുകയും ബാലു ചെയ്തിരുന്നു. ബാലുവിന്റെ സ്നേഹവും കരുതലുമെല്ലാം അനുഭവിച്ചു തുടങ്ങിയപ്പോൾ മീരയും അസുഖത്തിൽ നിന്ന് പതിയെ കരകയറി വരികയായിരുന്നു. ബാലഭാസ്കറിനെ പോലെ തന്നെ സംഗീതത്തിൽ വാസനയുള്ള ആളായിരുന്നു ചേച്ചി മീരയും. മകനെ ഇല്ലാതാക്കിയ കുറ്റവാളികളെ ശിക്ഷിക്കാൻ വേണ്ടത് ചെയ്യുക, മകന് എന്താണ് സംഭവിച്ചതെന്നറിയുക എന്നത് മാത്രമാണ് ഇപ്പോൾ ബാലഭാസ്കറിന്റെ മാതാപിതാക്കളുടെ ജീവിത ലക്ഷ്യം. സംഗീത കുടുംബത്തിലാണ് ബാലഭാസ്കറിന്റെ ജനനം. അമ്മയും അമ്മാവനുമെല്ലാം സംഗീതം ഉപാസിച്ച് ജീവിക്കുന്നവരായിരുന്നു. കൂടപ്പിറപ്പായി മീര എന്നൊരു ചേച്ചി മാത്രമാണ് ബാലുവിനുണ്ടായിരുന്നത്. പലവിധ അസുഖങ്ങൾ അലട്ടിയിരുന്നതിനാൽ മീര ഒരിക്കലും മീഡിയയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. ബാലു മരിച്ച് വൈകാതെ തന്നെ അസുഖം മൂർച്ഛിച്ച് മീരയും പോയി. മക്കൾ 2 പേരും പോയതോടെ ഇരുട്ടുനിറഞ്ഞ ജീവിതമാണ് ഇപ്പോൾ ശാന്തയ്ക്കും ഉണ്ണിക്കും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.